ചിലപ്പോൾ എല്ലാം ന്യൂക്ലിയർ ഫാമിലി അല്ലേ. അപ്പോൾ നമ്മൾ ഒക്കെ ക്ലോസ്ഡ് ഏരിയയിലായി കഴിഞ്ഞാൽ ആകെ 1-2 ആൾക്കാർ അല്ലെങ്കിൽ മാക്സിമം 4 ആൾക്കാർ ഫാമിലിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിലാണ് ഐലൻഡിൽ ഒറ്റപ്പെട്ട പോലത്തെ ഫീൽ ഉണ്ടാവരുത് വിചാരിച്ചിട്ടാണ് ഓപ്പൺ ആക്കിയിട്ട്. ഈ പിക്ചറിന്റെ ബാക്കിലുള്ളത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്, DB ബോക്സ് ആണ്. പക്ഷേ മനോഹരമായ ഒരു പിക്ചർ വെച്ചുകൊണ്ട് ഏത് ഡേഞ്ചറിനെയും അത് ഭംഗിയാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. വാഷ് ബേസിൻ്റെ ഏരിയ സാധാരണ ഈ ചെറിയൊരു വാഷ് ബേസിൻ്റെ ഏരിയ കൺജസ്റ്റഡ് ആയി പോകും. പക്ഷേ ഇവിടെ കുറച്ച് എലമെന്റ്സ് അഡീഷൻ ചെയ്തപ്പോൾ അതും ഒരു പ്രീമിയം ഏരിയ. വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ എലഗന്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഇതിൽ കൂടെ. ഇതായിരിക്കും മാസ്റ്റർ ബെഡ്റൂം. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. ഇതിന് ശരിക്കും ഇത് ബാത്റൂം ഡോറാണ്. അറിയില്ല, അപ്സ്റ്റെയർ കയറി കഴിഞ്ഞാൽ വേറെ ലുക്കാണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പച്ചപ്പിനടിയിലെ മഷ്റൂം ഇങ്ങനെ കാണുമ്പോഴേ ഹൗസ് വാമിങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഓരോരുത്തരും ഊരിയെടുക്കും. ഹലോ, ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു മനോഹരമായിട്ടുള്ള ഒരു വീട് ഒരുക്കിയിട്ടുള്ള നിഷാദിന്റെ വീട്ടിലാണ്. അതിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള സൂപ്പർ ഫിനിഷ് ഒക്കെ ചെയ്തിട്ടുള്ള ഹുസൈൻ ബിൻ ഇബ്രാഹിം നമ്മളെ കൂടെ ഉണ്ട്. എന്തൊക്കെയുണ്ട് വീടിനെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മളെ ചാനലിൽ കാണുന്ന ആളുകളൊക്കെ വീടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നല്ല രസകരമായി മുറ്റത്തിനെ കുറിച്ചിട്ടും അതുപോലെ ഗാർഡൻ ലൈറ്റുകളൊക്കെ ജിഫക്സിന്റെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ സിൽവാൻ്റെ ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമറും കൂടെയാണ് നിഷാദ് ഭായി. ഹുസൈൻ ഭായി, എങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു ഫിനിഷ് ഘട്ടത്തിലേക്ക് പോയതിനെ കുറിച്ച് സംസാരിക്കാം? അതായത് ആദ്യം തന്നെ ഞാൻ ഇസ്ലാം മുസ്തഫയ്ക്ക് ഒരു നന്ദി പറയുകയാണ്. നമ്മളൊരു വീട് ഇത്രയും തിരക്കിനിടയിലും ഒന്ന് ഒരു കവർ ചെയ്യാൻ കാണിച്ച നല്ല മനസ്സിലായി. നമ്മൾ വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിഷാദ് അലി ക്ലയൻറ്റ് ഗൾഫിലാണുള്ളത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ വേറൊരു വർക്കിൻ്റെ ഡിസൈൻ കണ്ടിട്ടാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, അതായത് കൺസേൺ, അത് ക്ലയൻറ്റ് കൺസേൺ ആവുന്ന ഡിസൈൻ എനിക്ക് തരണം എന്നുള്ളതാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ മാത്രമല്ല, അവരുടെ കൺസേൺ നമ്മൾ പ്രധാനം നോക്കേണ്ടതുണ്ട്. സോ നമ്മൾ ആദ്യം തന്നെ അവർക്ക് പോർട്ട്ഫോളിയോ കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അവർ വ്യക്തമായിട്ട് അവരും വൈഫും ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് തന്ന അതേ ആ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ഡിസൈൻ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആ ഡിസൈൻ ആസ് പെർ ഡിസൈൻ നമ്മളൊരു മാറ്റം വരുത്താതെ തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ. അതെ, ഇവിടെ നല്ല പ്ലാൻസ് ഒക്കെ നിറഞ്ഞ്, അതുപോലെ തന്നെ ഗാർഡൻ ലൈറ്റുകൾ അത്യാവശ്യം നല്ല ഇപ്പോഴത്തെ ഏറ്റവും വെറൈറ്റി ആയിട്ട് ജിഫക്സിൽ ഇറങ്ങിയിട്ടുള്ള കൂള് പോലത്തെ ലൈറ്റുകൾ, എക്സ്റ്റീരിയറിലൊക്കെ നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതെ, ഇതിൽ ആക്ച്വലി നമുക്ക് ഇതിന് ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈൻ ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ആ സമയങ്ങളിൽ നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് മഴ നമുക്കൊരു പ്രശ്നമായിരുന്നു. എങ്കിൽ കൂടെ തന്നെ അൽഹംദുലില്ലാ നമ്മൾ നന്നായി ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ ഈ നിലവിൽ നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു പരിമിതി വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ തന്നെ ഓൺ സ്പോട്ടിൽ ഡിസൈൻ ചെയ്ത് പോയ കാര്യം ഇത്രയേ ഉള്ളത്. സോ ക്ലയന്റ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് മാക്സിമം ചെടികൾ വേണം എന്നുള്ളതാണ് ആൾ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ചെടികൾ നമുക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് എല്ലാ ഭാഗത്തും ചെടി എന്ന ഇത് കൊടുക്കാതെ, ബട്ട് നമ്മൾ വേണ്ട രീതിയിൽ എല്ലാ ഭാഗത്തും കൊടുത്തിട്ട്, കാരണം ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ട്രീസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ ഞങ്ങൾ ക്ലയന്റ് പോയി ഒരുമിച്ച് പോകാനുണ്ടായിരുന്നു. ഫ്ലെയിംഡ് ഗ്രാനൈറ്റാണ് നമ്മൾ ഫ്ലോർ കൊടുത്തിരുന്നത്, വിത്ത് കോബിൾ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. സോ അതിന്റെ ഒരു രീതിയിൽ അത് നമുക്ക് ഓൺ സ്പോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ ലാൻഡ്സ്കേപ്പ് വന്നിട്ടുണ്ട്. ക്ലയന്റ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം അകത്ത് കണ്ട ലുക്കാണ്. അതൊന്ന് കാണിച്ചു കൊടുത്താലോ? തീർച്ചയായും. കയറുമ്പോൾ തന്നെ വാവ് തോന്നുന്നുണ്ട് ഹുസൈൻ ഭായ്. കുറേ ഡിസൈനും CNC കട്ടിങ് ഡിസൈൻ, അതുപോലെ ബ്രോക്കൺ ഡിസൈനുകൾ, ഇറ്റാലിയൻ മാർബിൾ, വെറൈറ്റി ആയിട്ടുള്ള ജിഫക്സിലെ ലൈറ്റുകളൊക്കെ നല്ല രസമുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഈ ഏരിയൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയാം. അതായത് നമ്മൾ ഫയർ ഏരിയ കയറുമ്പോൾ മെയിൻ ഡോർ തുറന്ന് ഫയർ ഏരിയക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലയൻറ്റ് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ ഒരു പ്രീമിയം ടച്ച് വരണം, എന്നാൽ ഒരുപാട് ലക്ഷറി ആവും വേണ്ട എന്നുള്ളൊരു കൺസേൺ ആണ്. സോ നമ്മൾ അതുകൊണ്ട് തന്നെ നേരെ കയറുമ്പോൾ തന്നെ നമ്മളൊരു PVC പാനലാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റെൻസിൽ കൊടുത്തിട്ട് ശരിക്കും ഒരു ഇറ്റാലിയൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ സ്റ്റെൻസിൽ വെച്ചിട്ട് അതിന് മെറ്റാലിക് പെയിന്റോട് കവറപ്പ് എടുത്തിട്ടുള്ളതാണ്. ഒരു കൺസോൾ ടേബിളും കൊടുത്ത് ഇതേ നമ്മൾ ഇതൊരു പില്ലറാണ്. ഈ പില്ലറിനെ ആ ഒരു ആക്ച്വൽ രീതിയിൽ നിന്ന് മാറ്റി ഒരു ഫ്ലോട്ടഡ് പാനൽ കൊടുത്ത് നമ്മളത് കോട്ടിങ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ദെൻ ഈ വരുന്ന കോട്ടയാട്, ഈ കോട്ടയാട് എന്നൊരു പർപ്പസ് ആദ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. നമ്മൾ തന്നെ പറഞ്ഞിരുന്നു, കൺവേർട്ട് ചെയ്ത് ഒക്കെ സ്വിങ് ഒരു കൺസെപ്റ്റ് വേണം എന്നുള്ളതുകൊണ്ട് ആ ചെറിയൊരു ഏരിയ നമുക്ക് മൊറോക്കൻ ഡിസൈൻ കൊടുത്ത് അതുപോലത്തെ ഒരു അറബിക് ടച്ച് കിട്ടാനായിട്ട് നമ്മൾ ബാക്കിൽ മെസ്ട്രിബിയ
CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. CNC മെഷർബിയ എന്ന് പറയാം, മെഷർബിയ. ആ ഒരു പാറ്റേൺ CNC കട്ടിങ് കൊടുത്ത് ഒരു സ്വിങ് അതെ, അത് നമുക്ക് ത്രൂ ഔട്ട് മുകളിൽ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു പാനൽ കോൺസെപ്റ്റ് ഡിസൈൻ എലമെന്റ് കറക്റ്റ് കിട്ടാനായിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റും കൂടെ. കാണുമ്പോൾ തന്നെ നമ്മൾ ലിവിംഗ് റൂം അതുവരെയുള്ള ഗസ്റ്റുകൾ വരിക, തീർച്ചയായും നമ്മൾ അത് അവർ കാണുമ്പോൾ ഒരു വാവ് കിട്ടുന്ന ഒരു ഫീല് ഈ ക്രിയേറ്റിവിറ്റിയിൽ ഒതുക്കിയിട്ടുണ്ട്. ചെറിയൊരു ഏരിയയിൽ തന്നെ വലിയ രീതിയിലൊരു വാവ് കിട്ടുന്ന രീതിയിൽ ഒതുക്കി. അതാണ് ഈ കഴിവുള്ള, ഞാൻ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞു, കഴിവുള്ള എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്, ഇന്റീരിയർ ഡിസൈൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ കാണുന്നതിലപ്പുറം നമ്മളെ വീടിനെ മനോഹരമാക്കി തരാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലേ? അതിന്റെ ഒരുപാട് ആളുകൾ നമ്മളായിട്ട് സഹകരിക്കുന്ന ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള വീടുള്ള ഒരുപാട് ആർക്കിടെക്ട്, എഞ്ചിനീയർ, ഡിസൈനേഴ്സ്, അതുപോലെ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ഉണ്ട്. അവരുടെ വീടുകൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ കഴിവുകൾ, ആ കലയാണ് ഞാൻ കണ്ടത്, ആ കലയാണ്. നമ്മൾ ഇതിങ്ങനെ വരും എന്നുള്ളത് ഒരു പക്ഷേ വീട്ടുടമസ്ഥർക്ക് അറിയില്ല, പക്ഷെ നമുക്ക് ആഫ്റ്റർ ഡിസൈൻ കഴിഞ്ഞതിന് ശേഷം അറിയാൻ പറ്റും. ഫീൽഡല്ലോ. അതെ, തീർച്ചയായും ഈ നമ്മുടെ ക്ലയന്റിന് ആ ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ ഡിസൈൻ കൊടുത്തെങ്കിലും ആഫ്റ്റർ ഫിനിഷ് എങ്ങനെ വരും എന്നൊരു ആങ്സൈറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ആഫ്റ്റർ ഓൾ അത് കഴിഞ്ഞ സമയത്ത് ഒരു കയ്യുന്നു, ഹൗസ് വാമിംഗ് സമയത്ത് അവർ കയ്യുന്നു. അതെ, ഹൗസ് വാമിംഗ് കഴിഞ്ഞപ്പോഴാണ് പോലെ കറക്റ്റ്. നമ്മൾ ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ രസകരമായിട്ടുള്ള കിച്ചണാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അന്ന് കണ്ടോക്കെ. ഇവിടെ നമ്മൾ ചെറിയ സൗകര്യത്തിൽ അത് കൺജസ്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. അതെ, പക്ഷെ ടേബിൾ ഒരു രക്ഷയിലിട്ട് നല്ല രസമുള്ള കളക്ഷൻസ്, വെറൈറ്റി ആയിട്ട് 8 ആൾക്ക് ഇരുന്ന്. ഇവിടെ നിങ്ങൾ കുറച്ച് കാപ്പണി സാധാരണ മൈക്കൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇവിടെ വെറൈറ്റി ആയിട്ട് ഒരു വാഷ് ബേസിന്റെ ഏരിയ ഒക്കെ നല്ല ഹൈലൈറ്റ്. എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? നിലവിൽ നമുക്ക് ഇതിൽ പ്ലാനിൽ ആദ്യത്തെ പ്ലാനിൽ ഇവിടെ ഒരു ക്ലോസ്ഡ് വിൻഡോ വാളായിരുന്നു, അതുപോലെ തന്നെ ഇവിടെയും ക്ലോസ് വാളായിരുന്നു. സോ നമുക്ക് ഇതിന്റെ എഞ്ചിനീയറും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ എഞ്ചിനീയർ BBC സ്ഥാപനത്തിന്റെ താജുദ്ദീൻ നമ്മുടെ സുഹൃത്തുകൂടിയാണ്, ക്ലയന്റിന്റെ സുഹൃത്തുകൂടിയാണ്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ആ വാളിനെ പതുക്കെ കുറച്ച് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ അകത്തോട്ട് ഒറ്റ വ്യൂവിലേക്ക് കിട്ടും. ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ കൺജഷൻ ഒഴിവാകാം എന്നൊരു പ്ലാനിൽ ഞങ്ങളത് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ തന്നെ അത് റിമൂവ് ചെയ്ത് ഈ വാള് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിന് ശേഷമാണ് ഞങ്ങൾക്ക് വേറെ തോന്നുന്നത് ഒരു 8 പേര് ഇരിക്കുന്ന ഒരു ഡൈനിങ് ടേബിളോട് വരുമ്പോൾ അത് നമുക്ക് ക്ലോസ്ഡ് വാളിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അതെ നമുക്കൊരു സഫോക്കേഷൻ ഫീൽ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിലൊരു മാറ്റം വരുത്താനായിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഈ വാള് കട്ട് ചെയ്ത് നേരെ അപ്പുറത്തേക്ക് ഒരു പാഷ്യൂ ഏരിയ സ്ട്രെങ്തോട് കൂടി തന്നെ ഫെനസ്റ്റ UPVC വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല വുഡൻ സ്ട്രിപ്പില് ടൈൽ ആയതുകൊണ്ട് തന്നെ എത്ര മഴ കൊണ്ടാലും പ്രശ്നമില്ല. ഇല്ല തീർച്ചയായും നമ്മൾ ഈ ടൈൽസ് നമ്മൾ എടുത്തിരിക്കുന്നത് സിൽവാൻ തന്നെയാണ്. അതെ, തീർച്ചയായും. അപ്പൊ ഈ ടൈലിന് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല അഭിപ്രായം. അതുപോലെ ഓപ്പൺ ഏരിയയിൽ നമ്മൾ വുഡൻ സ്ട്രിപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ടൈൽ അല്ലെങ്കിൽ ഈ മഴ കൊണ്ട് കുറെ കാലം കഴിഞ്ഞാൽ കംപ്ലൈന്റ്. ഇത് കാലകാലത്തിൽ ഒന്നും സംഭവിക്കാൻ പോകില്ല, സ്റ്റൈനും അങ്ങനത്തെ കാര്യത്തിൽ അറിയുന്ന സംഗതിയില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ചെറിയൊരു ഏരിയ വാൾസ് കുറഞ്ഞുകൊണ്ട് തന്നെ ഒരു എലമെന്റ് മീൻസ് ഒരു വാൾ ട്രീറ്റ് നമുക്ക് എലമെന്റ് കൊടുത്താലാണ് ഇന്റീരിയർ കോൺസെപ്റ്റിലേക്ക് ഭംഗിയുണ്ടാവും. സോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ടൈൽ തന്നെയാണ്, ടൈൽ സിൽവാൻ തന്നെയാണ് എടുത്തത്. പക്ഷേ ഇവിടെ ടൈൽ സാധാരണ കൊടുക്കാറില്ല. പക്ഷെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇതിൽ കണ്ട ഒരു ഹൈലൈറ്റ് എന്താ അറിയോ, ഈ നമ്മൾ കിച്ചണുമായി ടേബിളുമായി ബന്ധപ്പെട്ടല്ലേ നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എണ്ണക്കയ്യോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയാതെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ തൊട്ട് പോയാൽ പോലും മൈക്കും മറ്റതൊക്കെ ആണെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാൻ പ്രയാസമാണ്. ഇത് എത്ര വെള്ളമായാലും പ്രശ്നമല്ല, എങ്ങനെ വേണമെങ്കിൽ ക്ലീൻ ആക്കി എടുക്കാൻ. അതിന് അതേപോലെ തന്നെ ചാർക്കോൾ കൊടുത്തിട്ടുണ്ട്, അതോടെ റോയൽ ഫീൽ. ഇത് മെറ്റീരിയൽസ് നല്ല മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് തന്നെ ഒരു റോയൽ ഫീൽ. ബേസിക്കലി അതൊരു DB ബോക്സ് ഏരിയ കൂടിയാണ്. DB ആണ് അവിടെ കവർ ചെയ്തിട്ടുള്ളത്. പിക്ചർ കവർ ചെയ്യാവുന്ന ഈ പിക്ചറിന്റെ ബാക്കിലുള്ളത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്, DB ബോക്സ് ആണുള്ളത്. പക്ഷേ മനോഹരമായ ഒരു പിക്ചർ വെച്ചുകൊണ്ട് ഏത് ഡേഞ്ചറിനെയും അത് ഭംഗിയാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞേ. അതാണ് ടിപ്പ്. ഇവിടെ വാഷ് ബേസിന്റെ ഏരിയ അതുപോലെ തന്നെ വെച്ചത് പാനലിംഗ് വാഷ് ബേസ് ഏരിയ നമുക്ക് ഈ ത്രൂ ഔട്ട് കയറി വരുന്ന അതേ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഫീല് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ സെയിം ആ ഫീൽ കൊണ്ടുവരാനാണ് നമ്മളിവിടെ നമ്മുടെ WPC പാനലിന്റെ ത്രൂ ഔട്ട് വളർത്തും. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഗോൾഡൻ എഫക്ട്, നമുക്ക് ടോട്ടലി നമ്മളൊരു ഗോൾഡൻ എഫക്ട് നമ്മൾ വന്നിട്ടുണ്ട്, ഗോൾഡൻ റോസ് ഗോൾഡ് എഫർട്ട്. സോ അത് സെയിം കോളറിന്റെ നമ്മൾ എടുത്തിരിക്കുന്നത് വാഷ് ബേസ് കോളറിന്റെ റോയൽ ഫീൽ ഉണ്ടായിരുന്നു. വാഷ് ബേസിന്റെ ഏരിയ സാധാരണ ഈ ചെറിയൊരു വാഷ് ബേസിന്റെ ഏരിയ കൺജസ്റ്റഡ് ആയി പോകും, പക്ഷെ ഇവിടെ കുറച്ച് എലമെന്റ്സ് അഡീഷണൽ ചെയ്തപ്പോൾ അതും ഒരു പ്രീമിയം ഏരിയ. നമുക്ക് ഈ ലൈറ്റ്സ് ഒക്കെ സിൽവാന്റെ ജിഫക്സിന്റെ ലൈറ്റുകളാണ് നിൽക്കുന്നത്. നിങ്ങളെ വീടും എടുക്കുമ്പോൾ മറക്കരുത്, ജിഫക്സിന്റെ ലൈറ്റും അസറോടെ ടൈലും സിൽവാൻ ടൈൽസ് ഗാലറിയൊക്കെ ഇതുപോലത്തെ ആർക്കിടെക്ട് എഞ്ചിനീയേഴ്സിന്റെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ വീട് ഇതുപോലെ ഭംഗിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ എലഗന്റ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഇതിന് കൂടെ അല്ലെ. ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല. അതെ.
ചിമ്മിണി ഹോബ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തു. തീർച്ചയായും നമ്മുടെ ക്ലയന്റിന്റെ വൈഫ് അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ ആയിരുന്നു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ സൗകര്യങ്ങൾ കുറവാണെങ്കിലും അതിനെ മനോഹരമായി എടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ അദ്ദേഹത്തെ സംസാരിച്ചതിന് ശേഷമാണ് ഇത് പൊട്ടിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ട് കൊടുത്ത് ഒരു ഓപ്പൺ കിച്ചണിലേക്ക് നമ്മൾ എത്തിയത്. ആദ്യം അവർ ക്ലോസ്ഡ് ആയിരുന്നുണ്ടായിരുന്നു, പിന്നെ നമ്മൾ നമ്മുടെ സംസാരത്തിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം 2 കിച്ചൺ ഓൾറെഡി വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കോസ്റ്റ് ചെലവാക്കി ഒരു കിച്ചൺ ചെയ്യുമ്പോൾ അതിന് 2 കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് നമ്മൾ വർക്ക് ചെയ്യാന്നുള്ളത് മാത്രമല്ല, നമുക്കത് ആനന്ദകരമായിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ്. സോ നമ്മൾ ഇതിൽ ഒരുപാട് ഫണ്ട് ചെലവാക്കി നമ്മൾ ആരും കാണാത്ത ചെയ്തിട്ട് നമുക്ക് മാത്രം നമ്മൾ കൺസേൺ ആണെങ്കിൽ കൂടെ തന്നെ ഇതിനെ ഓപ്പണബിൾ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി മൈൻഡ് നമ്മൾ എവിടെയെങ്കിലും ഉദാഹരണത്തിന് നമുക്ക് വേണ്ടപ്പെട്ട ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കസിൻസ് ഒക്കെ വരികയാണെങ്കിൽ ഓലിപ്പോ അവിടെ ഇരിക്കുകയും നമ്മൾ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കും, തമാശകളൊക്കെ പറഞ്ഞ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കുക്കിംഗ് ചെയ്യാൻ കഴിയും. എല്ലാ ബെഡ്റൂമും അടക്കം ഡൈനിങ് ഹാളും എല്ലാ റൂമിലും അതുപോലെ നമ്മളെ മോഡുലാർ കിച്ചണിലടക്കം ഇറ്റാലിയൻ മാർബിൾ ഇട്ടിട്ടുള്ളത്. പക്ഷെ വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ സാധാരണ ആളുകൾ വർക്ക് ഏരിയ എങ്ങനെയെങ്കിലും ഒതുക്കി ചെയ്യുന്ന, പക്ഷെ ഇവിടെ ഒരു റോയൽ ഫീൽ വർക്ക് ഏരിയയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ മാറ്റ് ടൈലും അത് ചെയ്ത ഡിസൈനും വല്ലാത്ത രസകരമായിട്ടാണ് ഇവിടെ 6x4 ഡിസൈൻ വോളിൽ കൊടുത്തിട്ടുള്ളത്. 6x4 4 പീസ് വെക്കാനുള്ളൂ ഈ വോൾ ആക്ച്വലി. പക്ഷേ അതിൻ്റെ അടിയിൽ നമ്മൾ ഉസൈൻ്റെ ഒരു കരവിരുന്ന് പറഞ്ഞാൽ അത് 4 പീസാക്കി കട്ട് ചെയ്ത് അടിയിലും അതൊരു ബോർഡർ കൊടുത്തോട് കൂടെ ഒരു വേറെ ലെവൽ കിച്ചൺ, ഒരു 5 സ്റ്റാർ എനിക്കൊണ്ട് ആ മോഡുലാർ കിച്ചണിലേറെ ഭംഗിയുള്ള രീതിയിലാണ് ഇവിടെ വോൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ ഈ വോളിലൊക്കെ കൊടുത്തിട്ട് 45 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ചത് കണ്ടു കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ മോൾഡ് ചെയ്ത് വന്നതാണെന്ന് തോന്നുന്നു. ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി മാത്രം മോൾഡ് ചെയ്ത് ചെയ്ത പോലെ ഇത് ചെയ്ത ടൈൽസ് വർക്കേഴ്സിന് ഒരു സൊല്യൂട്ട് കിട്ടും. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ്. കാരണം 45 ഡിഗ്രിയിൽ ഞാൻ ചെയ്തപ്പോൾ ഇത് സാധാരണ ടെക്സ്ചറിങ് ചെയ്തൊരു ചുമരാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഇവിടെ കണ്ടോ വോളിൽ ഫുൾ 6x4 സാധാരണ നമ്മൾ കിച്ചണിൽ കാണുന്ന ചെറിയ ടൈലുകളോ അല്ലെങ്കിൽ വൈറ്റ് ടൈലുകളോ കാണാം. ഇത് 6x4 മാറ്റിൽ ഒരു ഗ്രേല് ചെയ്തിട്ടുള്ള ഉസൈൻ്റെ ട്രെൻഡാണ്. ഇനി കിച്ചനുകളൊക്കെ ഉസൈൻ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടും. കാരണം ഇത് ട്രെൻഡായിട്ട്, കാരണം ഞാൻ സാധാരണ ഇവിടെ ഒരു വൈറ്റോ അല്ലെങ്കിൽ ചെറിയ ടൈലോ എന്തെങ്കിലും ഇതിങ്ങനെ ചെയ്തോട് കൂടെ ഇത് ചുമരാൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്ക് റിയൽ ചുമര് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആ രീതിയിലാണ് ഇതിന്റെ വർക്ക് എടുത്തുള്ള വർക്കേഴ്സ്, ഫ്ലോറും ആ ലുക്ക് ഉണ്ട്. പിന്നെ ഈ കളർ എന്താണ് ഇങ്ങനെ ഒരു തീമിലേക്ക് നോക്കാം. ഈ വർക്ക് ഏരിയ കിച്ചൺ എന്ന് പറയുമ്പോൾ എല്ലാ ക്ലയൻസും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത് വർക്ക് ഏരിയ റഫ് യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതോട് വല്ലാതെ ഒരു കോസ്റ്റ് ചിലവാക്കണമെന്നില്ല, അതല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ എലമെന്റ് കൊണ്ടുവരണമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ആക്ച്വലി നമ്മുടെ വീട് നമ്മൾ ഡിസൈൻ ചെയ്യാമെന്നത് നമ്മുടെ മാത്രം കൺസേൺ ആണ്, അതായത് താമസിക്കുന്നവരുടെ കൺസേൺ ആണ്. സോ അവർക്ക് വർക്ക് ഏരിയ എന്ന് പറഞ്ഞ ഏരിയ കൂടി തന്നെ ഇതിനെയും കൂടി റോയൽ ടച്ച് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വളരെ ലോ പ്രൊഡക്റ്റ് ചെയ്തിട്ട് റഫ് യൂസ് ചെയ്ത് ഏറ്റവും പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പൊളിച്ച് കളയുന്ന രീതിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ ഏരിയ കൂടി നമ്മളെ ഇന്നത്തെ കരുതല് അവർ എന്നേക്കുമുള്ള തീർച്ചയായും അത് വലിയൊരു കളർ കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ നിങ്ങൾ സക്സസ് ആയി. കാരണം എനിക്ക് ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ട വോളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഡിസൈനിങ്. കാരണം ചെറിയൊരു ക്രിയേറ്റിവിറ്റി അല്ലെ, ഒന്നും ചെയ്തില്ല, ആ പ്രൊഡക്റ്റ് ചെറിയൊരു ക്രിയേറ്റിവിറ്റി അത് ആ വീടിന്റെ ലെവലിനെ ഒരു 5 സ്റ്റാറിലേക്ക് മാറ്റുന്നു. പിന്നെ ഈ കളർ കോമ്പിനേഷൻ നിങ്ങളെ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഇതിന് ഈ കളർ കോഡ് നമ്മൾ കൃത്യമായി ക്ലയന്റിന് പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോ ഏരിയ ചെയ്യുമ്പോഴും ഓരോ ഏരിയയിലേക്ക് നമ്മുടെ ആ ഡിസൈൻ എലമെന്റ് മാത്രമല്ല നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബെഡ്റൂമിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കളർ കിച്ചണിൽ കൊണ്ടുവരാൻ പറ്റില്ല, കിച്ചണിൽ ഉപയോഗിക്കുന്നത് വർക്ക് ഏരിയ കിച്ചണിൽ കൊണ്ടുവരാൻ പാടില്ല, അങ്ങനെ ഒരു സംഗതി. അപ്പം നമുക്ക് എന്നും വർക്കൗട്ട് ചെയ്യുന്ന രീതികളാണ്. ഇപ്പോൾ ഈ ഫുള്ള് ത്രൂ ഔട്ടായിട്ട് വൈറ്റ് കൊടുക്കാതെ, ഈ വൈറ്റ് എന്ന കുറച്ച് കൊടുക്കാതെ കുറച്ചുകൂടി ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് പിടിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ നമുക്ക് ക്ലയൻറ്റ് കാണിച്ചപ്പോൾ ക്ലയൻറ്റിനും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലൈറ്റ് പിസ്ത ഒരു ഗ്രീനായിട്ട് അവർക്ക് കൺസേൺ ഉണ്ടായിരുന്നു. സോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇതൊക്കെ സ്റ്റോർ റാക്കായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് സ്റ്റോർ റൂം എന്ന പർപ്പസ് ഇല്ല. സോ നമ്മൾ അതിന്റെ സ്റ്റോർ റാക്കായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഡിഷ് വാഷറും അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് ഏരിയ, മൾട്ടി പർപ്പസ് ആയിട്ടുള്ള വർക്ക് ഏരിയ. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ആണല്ലേ? 2 ബെഡ്റൂം. മൊത്തം വീട്ടിൽ എത്ര ബെഡ്റൂമാ? 4 ബെഡ്റൂമാണ്. ഇതായിരിക്കും മാസ്റ്റർ ബെഡ്റൂം. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. ബാക്ക് നല്ല കുഷനൊക്കെ കൊടുത്ത് ഈ ബെഡ്റൂമിന് ഒരു സ്പെഷ്യാലിറ്റി കാണും. തീർച്ചയായും. അതായത് ഇപ്പം ഈ മാസ്റ്റർ ബെഡ്റൂം എന്ന കൺസേൺ ആ വീടിലെ ഏറ്റവും ടോപ്പസ്റ്റായി നിൽക്കുക എന്നുള്ളൊരു സംഗതിയാണ് എല്ലാവരും മനസ്സിലുള്ളത്. പക്ഷേ ഈ വീടിന് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ഇതാണെങ്കിൽ കൂടി തന്നെ തൊട്ട് എല്ലാ ബെഡ്റൂമുകളും അതിനോട് ജസ്റ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളത്, നമ്മൾ ജസ്റ്റിഫൈ പക്ക ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. സോ ഈ ബെഡ്റൂമിലേക്ക് നമ്മൾ ക്ലയൻറ്റിൻ്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ അവരൊരു റിച്ച്നെസ് ഫീൽ ചെയ്യണം. സോ ഓവർ കോസ്റ്റ് വരാൻ പാടില്ല എന്ന രീതി കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യിപ്പിക്കാം എന്ന് കരുതി നമുക്ക് വലിയ കോസ്റ്റ് ഒന്നും വേണമെന്ന് എവിടെയും നമ്മൾ പറയണില്ല. സോ ആ ഒരു രീതി നിലനിർത്തിക്കൊണ്ട് ബാക്കിലൊരു
ഫാബ്രിക് ഒരു ക്വിഷൻ വർക്ക് നമ്മൾ കൊടുത്തിട്ടാണ് ഇതിനെ ഈ പറഞ്ഞ, അതുപോലെ തന്നെ ഈ ബെഡ് കോട്ടൊക്കെ ഫാബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാന്ന് പറയുമ്പം ശരിക്കും ബാക്കിൽ നമ്മൾ ഈ ഫാബ്രിക്കിൻ്റെ വലിയൊരു പാനലായി കൂടെ തന്നെ കുറച്ചുകൂടി ഒരു മാറ്റം വരുത്തുന്നത് നമ്മൾ ഈ ബട്ടൺ വർക്കാണ്. സോ ഈ ബട്ടൺ വർക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് പ്രീമിയം ലെവലിലേക്ക് മാറും. നമ്മൾ എത്ര ഫാബ്രിക് ചെയ്താലും ആ ഫാബ്രിക്കിലേക്ക് ബട്ടൺ വർക്ക് ചെയ്യുമ്പോൾ അത് പ്രീമിയം കൺസൈറ്റ് മാറാം. സോ ബെഡ്റൂമിലേക്ക് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് അത്രയും ഒരു സ്യൂട്ട് റൂം എന്ന കോൺസെപ്റ്റിലേക്ക് വേണം എന്നൊരു താല്പര്യം ക്ലയൻസിനുള്ള. അതുപോലെ തന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ് നമുക്കുള്ള ടോട്ടൽ നമ്മുടെ ഈ സെയിലിംഗ് കട്ടിനെ കൊടുത്തിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് മനോഹരമായിട്ട് നമ്മൾ ഗാർഡൻസിന്റെ ഫീലിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിനെ ഈ വാളിന് നമ്മളിപ്പോൾ ഈ ബെഡ്റൂം ഈ ഒരു ഡിസൈനിന് നമ്മൾക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇൻപുട്ട് ചെയ്യുമ്പോൾ നമ്മളിതിൽ ഈ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊരു മിസ്മാച്ചിങ് ആയിപ്പോൾ. സോ അതിനെ ബ്ലെൻഡ് ചെയ്യാനായിട്ടാണ് നമ്മളിതിന്റെ ഈ കളർ കോഡ് സെയിം കളർ കോഡ് യൂസ് ചെയ്ത് നമ്മൾ സീലിംഗ് കട്ടൻ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാച്ച് ആവുന്ന വോൾ ലൈറ്റുകൾ സെലക്ട് ചെയ്തത്. യെസ്, വോൾ ലൈറ്റ്. അതുപോലെ തന്നെ ഇതൊരു കോട്ട് എന്ന് പറഞ്ഞ പുതിയൊരു ടെക്സ്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വോളിലേക്ക് ഒരു ഇറ്റാലിയൻ കൺസെപ്റ്റ് ആണെങ്കിൽ കൂടി തന്നെ നമുക്കൊരു അറേബ്യൻ കോൺസെപ്റ്റിലേക്ക് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്ചർ വർക്കാണ്. ലൈറ്റുകളാണ് ഈ കോബ് ലൈറ്റുകൾ കൊടുക്കുമ്പോൾ പ്രത്യേകത നമ്മൾ റൂമിൽ ലൈറ്റ് ഇട്ടോ നമ്മൾ അറിയില്ല. അത്യാവശ്യം നല്ല പ്രകാശം ഉണ്ടാവും, എന്നാൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. പണ്ടൊക്കെ നമ്മൾ മറ്റേ ലൈറ്റ് കൊടുത്തിരുന്നത് അല്ലേ, പാനൽ ലൈറ്റ് ആകുമ്പോൾ നമുക്ക് അതിന്റെ സ്പ്രെഡിങ് ആണ്, ബട്ട് നമുക്ക് കണ്ണിലേക്ക് വളരെയധികം നമുക്ക് കണ്ണിലേക്ക് അത്യാവശ്യം അല്ല, എന്നാൽ റൂമിന് അത്യാവശ്യം. മാത്രമേ വാർഡ്രോബ്സ് ഒക്കെ വെറൈറ്റി ആണ്. ഇതിന്റെ അകത്തൂടെ ഒരു പ്രൈവറ്റ് ആയിട്ടാണ് നമുക്ക് ബാത്റൂം സെറ്റ് ചെയ്തത് അല്ലേ? അതെ, അന്ന് കണ്ടോ. വാർഡ്രോബ് എന്ന് പറയുമ്പോൾ നമുക്ക് നിലവില് ഈ വാർഡ്രോബിന്റെ നമ്മളിത് ഉപയോഗിച്ചിരുന്ന ലാമിനേഷൻ തന്നെയാണ്. ലാമിനേഷൻ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലാമിനേഷനിലേക്ക് നമ്മൾ വാർഡ്രോബായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു പ്ലെയിൻ കളർ എന്നുള്ള കോൺസെപ്റ്റ് മാറിയിട്ട് ഈ ടോട്ടൽ ഒരു ആംബിയൻസ് കിട്ടാനായിട്ട് നമ്മളൊരു ആർക്ക് ഡിസൈൻ കൊടുത്ത് ഒരു ഗോൾഡൻ ഒരു സർക്കിൾ കൊടുത്ത് എടുത്തിട്ടുള്ളതാണ്. ഇതിന് ശരിക്കും ഇത് ബാത്റൂം ഡോർ ആണ്. ഇത് അറിയില്ല, ഇല്ല, തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിലേക്ക് എൻട്രി ചെയ്യാം. അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സിംഗിൾ കളറിലാണ് ഈ ബാത്റൂം ചെയ്തത്. അതിന്റെ ഫ്ലോറിലാണെങ്കിലോ നല്ല രീതിയിൽ ഇതാണ് കൊടുത്തിട്ടുള്ളത്. ടെറാസോ സീരീസ് ആണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. വെറൈറ്റി ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് അതിന് കൂടെ സെറ്റ് ചെയ്തത്. രസകരമായിട്ടുള്ള മറ്റൊരു ബെഡ്റൂമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ബെഡ്റൂം ആണെങ്കിലും അത് റോയൽ ലുക്ക് ആവാൻ വേണ്ടിട്ട് അല്ലെ, ആ ഒരു ഫീൽ, റിച്ച് ഫീൽ ആയിരുന്നു. കാരണം അതാ അഡ്രസ്സിലുള്ള വർക്കും ആ കളർ കോമ്പിനേഷൻ ആണല്ലേ, കർട്ടനും അല്ലെ. ആക്ച്വലി ഇത് അവരുടെ പാരന്റ്സ് ബെഡ്റൂമാണ്. സോ എല്ലാ ക്ലയന്റിനും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ താമസിക്കുന്നത് അതിന് ഒരു പടി കൂടുതലായിട്ട് മാതാപിതാക്കൾ കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് തീർച്ചയായും നമ്മുടെ ക്ലയൻറ്റിന് കൂടി ഉള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്ക് റൂം ആക്ച്വലി നമ്മൾ ചെയ്യുന്ന എൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേപോലെ തന്നെ അതിനേക്കാൾ നന്നായിട്ട് പേരൻസ് കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ ആ ഡിസൈൻ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പാടില്ല, കോപ്പി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ സെയിം ആ ഒരു പാനലിങ് അതേ കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. പക്ഷെ ആ പാനലിലേക്ക് ജസ്റ്റ് ഗ്രൂസ് വർക്ക് മാത്രമായിട്ടാണ് അതിന് ഡിസൈൻ കോൺസെപ്റ്റ് മാറ്റി ഫാബ്രിക്കാണ് കോട്ട് വരുന്നത്. ടോട്ടൽ നമ്മൾ ആ ഒരു രീതിയിലേക്ക് ആ റൂമിനേക്കാൾ മികച്ചതായി ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് ഡിഫറെന്റ് ആണല്ലോ ഈ വാർഡ്രോബ്സുകളും ഈ ഭാഗമൊക്കെ. തീർച്ചയായും സാധാരണ നമുക്ക് ബെഡ്റൂമിലൊന്നും അങ്ങനെ ഒരു GA പാർട്ടീഷൻസ് അങ്ങനെ വേറെ ആരും കാണാറില്ല. ഇത് നമുക്ക് നിലവിൽ വാർഡ്രോബ്സ് നമുക്ക് ഗോൾഡൻ ഒരു ഫീല് കൊടുക്കുന്ന സ്ലൈഡിങ് വാർഡ്രോബ് കൊടുത്തതിന് ശേഷം നമ്മൾ നിലവിൽ ഇതൊരു മിറർ ഒരു ഫീൽ ബാത്റൂമിൽ നമുക്ക് വരുമ്പോൾ തന്നെ അവർക്ക് അതെ അവർ പറഞ്ഞ അവര് ഉമ്മക്ക് കുളിച്ചു കഴിഞ്ഞ് വരുമ്പോൾ അവിടെ തന്നെ ഡ്രസ് മാറി നിൽക്കുന്ന ഒരു രീതിയാണ്. സോ അതുകൊണ്ട് നമ്മൾ നേരെ ആ ഒരു മിറർ എഫക്റ്റ് കൊടുത്തിട്ട് ഇതിൽക്ക് ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതവരുടെ യൂസ്ഡ് ക്ലോത്ത്സ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. ഈ ഏരിയയിലേക്ക് എന്താണ് നമുക്ക് എപ്പോഴും നമുക്കിപ്പോൾ സ്ഥിരമായി നമ്മളെല്ലാ ബെഡ്റൂം നമ്മൾ കാണാം, നമ്മൾ ഇട്ട ഡ്രസ്സ് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ വാർഡ്രോബിനകത്ത് അല്ലെങ്കിൽ ബെഡിന്റെ മുകളിലൊക്കെ ഉണ്ടാവും. സോ അപ്പൊ അതിനെ ആ ഒരു മിറർ എഫക്റ്റ് കൊടുത്തപ്പോൾ നമ്മൾ അതിനോട് കൺസെപ്റ്റ് ചെയ്യുന്നതാവില്ല ഇട്ട ഡ്രസ്സ് ഇടാനായിട്ട് യൂസ് ചെയ്ത ഡ്രസ്സ് ഇടാനായിട്ട് ഹിഡൻ ഈ ഹിഡൻ യൂസ് ചെയ്തതിന്റെ ഒരു ബ്യൂട്ടി എലമെന്റ് ആയിട്ട് നമ്മളൊരു പാർട്ടീഷൻ തന്നെയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിന്റെ പാർട്ടീഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഒരു പക്ഷേ ആ റൂമിലെ ബാത്റൂമിനാട്ടി ഭംഗി ഈ മാത്രമായിരിക്കും. ഏറ്റവും രസകരമായിട്ട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ 3 എലമെന്റ്സ് ആണ്. അതായത് നല്ല 3 കളറാണ്. ടെറാസോ സീരീസ്, ടെറാസോന്റെ പ്രത്യേകത ടെറാസോകൾ ഇങ്ങനെ ഷൈനിങ് ചെയ്യും കേട്ടോ, അതാണ് ടൈൽസിന്റെ പ്രത്യേകത. അസർവ ടൈലാണ്. അതുപോലെ തന്നെ സിംബോളയുടെ ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്, ഡിസൈൻ ടൈലും കൂടെ കൊടുത്തിട്ടാണ്. അതിൽ മിറർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, വാൾ മൗണ്ടഡ് ക്ലോസറ്റ്, ഷവർ മിക്സർ, ഷവർ ഫാനും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഡ്രൈ ഏരിയ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടില്ല എന്നുള്ളൂ. അടിപൊളി ബാത്റൂം, ക്യൂട്ടായിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തത്. അപ്സ്റ്റെയർ കയറി കഴിഞ്ഞാൽ വേറെ ലുക്കാണ്. സ്റ്റീഫൻ, എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത?
അല്ല, നിലവിൽ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു ആന്റി ക്ലോക്ക് വൈസ് ആണ് നമുക്ക് ഇവിടെ ഈ സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്ത ലാൻഡിങ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് ശരിക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ബട്ട് നമ്മൾ എന്താ വെച്ചാൽ ഇതിനെ കൂടുതലായിട്ട് വുഡൻ ആ ഒരു സ്റ്റെപ്സ് കംപ്ലീറ്റ് കവർ ചെയ്ത് വന്നതിന് ശേഷം നിലവിൽ ഇവിടെ ഇവർക്കൊരു റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു റിക്ലൈൻ സീറ്റും ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് കൊടുത്ത് ഈ ബേ വിൻഡോ കൺസെപ്റ്റ് ഈ റിക്ലൈൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ മാക്സിമം മിനിമലിസ്റ്റിക് ആയിരിക്കും എന്നുള്ള സംഭവമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ നമ്മൾ എന്താ പറയുക, നമുക്ക് മാനസികമായിട്ട് ഇദ്ദേഹം വളരെ നന്നായി വായിക്കുന്ന ആളാണ്. അപ്പോൾ ബുക്സ് നന്നായി റീഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ നമുക്ക് റീഡ് ചെയ്യുന്ന സമയത്ത് റിക്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറേ ഒരു എലമെന്റ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ആ റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു 360 എഫക്റ്റിലേക്ക് നമ്മൾ കണ്ണിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ ഇദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് മഴ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നൊരു സംഗതി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെസ്സബിയ ഡിസൈൻ എന്ന് പറഞ്ഞ സംഭവം കൊണ്ടിട്ടുള്ളത്. വേറെ ഞാൻ കണ്ട രസം റൊമാൻറ്റിക് ഫീലിലേക്ക് പോകുമ്പോഴേ ഇവിടെ ഇരുന്ന് പുസ്തകം വായിക്കുമ്പോൾ ഭക്തി വർത്താൻ ഭാര്യക്കും കുട്ടികൾക്കും തൊട്ടടുത്തിരിക്കുക, തീർച്ചയായും സംസാരിച്ചിരിക്കുക. പുസ്തകം ഇല്ലാത്തപ്പോൾ തന്നെ അങ്ങനെ കിടന്നിട്ട് മഴ ആസ്വദിച്ച് നിൽക്കുക. ഇനി അത് കണ്ട് മഴ കണ്ടിട്ട് മഴ ആസ്വദിക്കാൻ തുടങ്ങി ആ ഡോർ തുറന്ന് പുറത്തിറങ്ങിയാൽ ഒരു രക്ഷയില്ലാത്ത ബാൽക്കണി അല്ലെ, അതൊന്ന് കണ്ടു. ഇല്ലാത്ത ലുക്കായിട്ടുള്ള സൈബ എന്താ നിങ്ങൾ ചെയ്തത്? വെറുതെ മഴ കൊണ്ട് അതുപോലെ പൂപ്പൽ പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് നിങ്ങൾ ഇത്ര ക്യൂട്ടായിട്ട് റിസോർട്ടിന്റെ ഫീലാക്കി മാറ്റിയത്. എന്താണ് അതിന്റെ ഒരു അതിൽ കാര്യമുണ്ട്. നമുക്കിപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞ ഇതിന്റെ ഈ സ്ട്രക്ചർ ചെയ്ത് നമ്മുടെ താജുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഡബിൾ ഹൈറ്റിനെ കൊടുന്ന സമയത്ത് മുകളിൽ പർഗോളസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ഔട്ടറിലേക്ക് ഇദ്ദേഹം നോക്കണം എന്നുള്ള കൺസെപ്റ്റ്, മുകളിൽ നിന്നുകൊണ്ട് തന്നെ ഔട്ടർ കാണണം എന്നൊരു സംഗതി പറഞ്ഞപ്പോൾ നമ്മൾ ഈ 2 വാളും ഓപ്പൺ ആക്കി ഇടാൻ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അത് ഓപ്പൺ ആക്കി ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവിടെ നമുക്ക് ഗ്ലാസ് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യരുത്. ഇനീഷ്യൽ ടൈമിൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു ആ വാളിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ അദ്ദേഹത്തിന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ ഇരിക്കുന്നു, ചിലപ്പോൾ മക്കൾ കളിക്കുകയാണെങ്കിലും മക്കൾ ഇരുന്ന് കളിക്കുന്നവർക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇനി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വരികയാണെങ്കിൽ തന്നെ ഇവിടെ മറ്റുള്ളവർ ഇരിക്കുമ്പോൾ അവർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. സോ ഈ ഏരിയയിൽ ഇപ്പൊ തന്നെ മഴയിൽ നമുക്ക് മഴ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാലും നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയുണ്ട്. സോ ഈ മഴത്ത് പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ആ ഒരു ഫീലിന് ടച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ. അത് വിജയിച്ചിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തറിയാം, എനിക്കിഷ്ടപ്പെട്ടു. ഞാനൊരു വീടിന്റെ ആളെന്നല്ല, എനിക്ക് ആ പുറത്തുള്ള ആ റിസോർട്ട്, അത് ആ ഒരു റിസോർട്ട് ഫീൽ, ആ വേണമെങ്കിൽ ഒന്ന് ഫാമിലി ആയിട്ട് ഇരുന്ന് മഴ കൊള്ളാം, വേണമെങ്കിൽ ആ മഴ ആസ്വദിക്കാം. അതെല്ലാം കഴിഞ്ഞിട്ട് ആ മഴ കൊണ്ട തണുപ്പില് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇരുന്നിട്ട് വീണ്ടും മഴയെ കണ്ടിട്ട് പുസ്തകം ഇരുന്ന് വായിക്കുക, എന്ത് വേണം ചെയ്യാൻ പറ്റുന്ന ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ. തീർച്ചയായും. അതായത് ഇവിടെ കിട്ടിയത് അവിടെ നിങ്ങൾ ചെയ്തത് ആകെ മൊറോക്കൻ ടൈൽസും അതുപോലെ അസർവയുടെ സ്ട്രിപ്പ് ടൈൽസും അവിടെ 2 ചെയറും അതുപോലെ ആ റാക്ക് പോലെ ഒരു 10 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഒരു ചാരുപടി പോലെ സെറ്റ് ചെയ്ത് അവിടെ ഒരു ഏരിയയും കൊടുത്തോട് കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു എലമെന്റ്സ്. സോ വളരെ ഹാപ്പിയാണ്. മാത്രമല്ല ഇവർക്ക് ഈ ഫാമിലി ഗെറ്റ് ടുഗദർ നടത്താൻ പറ്റും. നമ്മളെ കസിൻസ് ഒക്കെ കല്യാണം കഴിച്ച് വരും, വിരുന്നൊക്കെ അങ്ങനത്തെ പരിപാടി ഇല്ലേ, നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ട് കുടുംബം ഒരുമിച്ചിരിക്കുന്ന അതിന് പറ്റിയൊരു ഒരു ഏരിയയാണ്. മക്കൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ആയിട്ട് മാറ്റാം. ഹുസൈൻ ഭായി, താങ്ക് യു. മനോഹരമായിട്ടുള്ള ഈ വീട് ഒരുക്കിയിട്ടുള്ള നിഷാദ് ഭായും അദ്ദേഹത്തിൻ്റെ ബ്രദർ നൗഷാദും ഉള്ളത്. അവർക്ക് വീടൊരുക്കാൻ സാധിച്ചിട്ടുള്ള നമ്മുടെ ഹുസൈൻ ബിൻ ഇബ്രാഹിം നമ്മളെ കൂടെ ഉള്ളത്. നമുക്ക് ചോദിച്ചു നോക്കാം ഈ വീടിനെ കുറിച്ചിട്ട്. നിഷാദ, വീട് കണ്ട് നമ്മളെ അഭിപ്രായം പറഞ്ഞില്ല, കണ്ടിട്ട് നിങ്ങളെ കൂട്ടുകാരും കുടുംബക്കാരൊക്കെ എന്ത് പറഞ്ഞു? എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. എല്ലാവരും ഹാപ്പിയാണ് പേഴ്സണലി. പിന്നെ നമ്മൾ പ്രതീക്ഷേനേക്കാളും ഔട്ട്പുട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ചെയ്ത പണികൾ വെറൈറ്റി ആയില്ലേ? എല്ലാം വെറൈറ്റി ആണ്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു സാധാരണ ഒരു വീടിന്ന് ഫീൽ ചെയ്യുന്നില്ല, അപ്പുറം അകത്തേക്ക് വരുമ്പോൾ റോയൽ അല്ലേ? അതെ അതെ അതെ, അതൊക്കെ നമ്മളെ ഹുസൈൻ്റെ ഐഡിയ ആണ്, നമ്മുടെ ആർക്കിടെക്ട് ഹുസൈൻ്റെ ഐഡിയ ആണ്. പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഇത് ഹുസൈന് വിട്ടുകൊടുത്താണ്. കാരണം നമ്മളുടെ ഒരു ആശയം മാത്രമാണ് നമ്മൾ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ, അതിന്റെ ഇങ്ങനെ ഒരു വീട് വേണം. അപ്പൊ അത് ഇത്രയും ഭംഗിയാക്കി തന്നത് ഹുസൈൻ്റെ ഐഡിയ. അതെ, ഞാൻ പറയാം, ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ പല വീടുകളിലുണ്ട്, ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ആ വീട് സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ബഡ്ജറ്റ് കുറച്ചിട്ട് 4 ചുമരിനുള്ളിൽ ഒരു വീട് ഉണ്ടാക്കാൻ പറ്റും. അതിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ട് ബഡ്ജറ്റ് കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നും കൂടെ ക്വാളിറ്റിയിൽ മെറ്റീരിയൽസ് റോയൽ ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ ഇന്നത്തെ കാലത്ത്. നമുക്ക് എന്താണ് ചോദിച്ചത്? ഇപ്പോൾ ഉദാഹരണത്തിന് 30 നേരത്തെ പറഞ്ഞാൽ നമ്മളെ കിച്ചണിൽ നമ്മളെ വീട്ടിലത്തെ ആളുകൾ വർക്ക് എടുക്കുമ്പോൾ കുട്ടികൾ ലിവിങ് റൂമിലും അവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു ടച്ച്ഡ്
കണക്റ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്. നേരെ മറിച്ച് ഇത് ക്ലോസ്ഡ് കിച്ചണും മറ്റതൊക്കെ ആവുമ്പോൾ നമ്മൾ വേറെ ഏതോ രാജ്യത്ത് വേറെ ആർക്കോ പണിയെടുക്കുന്ന പോലെ. കാരണം കിച്ചൺ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടമുള്ള കാര്യം. രാവിലെ മുതൽ പെണ്ണുങ്ങളെ പെരയിലാണ് പണി തുടങ്ങിയ രാത്രി വരെ കിച്ചണിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് ഇങ്ങനെ ഓപ്പൺ ആകുമ്പോൾ പോലെ വീട്ടിൻ്റെ അകത്തുള്ള എല്ലാ പർപ്പസിലും പങ്കാളിയാവുന്ന കിച്ചൺ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം. അത് ഈ ഡിസൈനിനെ ബാധിച്ചു. അതുപോലെ തന്നെ ആ പാഷ്യോ തുറന്ന് അത് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ വീടൊന്നും കൂടെ ഒരു 5000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫീല് ഒരു കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള കാപ്പണി. ഞാൻ എപ്പോഴും പറയും കാപ്പണി പച്ചക്ക് അടച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്കിത് ഭയങ്കര കൺജസ്റ്റഡ് ആയി തോന്നും. എപ്പോഴും നമ്മളെ വീട്ടിൽ ഒരു ബെഡ്റൂമിൽ തന്നെ നമ്മൾ കയറിയിട്ട് അതിന്റെ ലോക്കാണ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടും. പിന്നെ അത് പുറത്തിറങ്ങാൻ ആ ലോക്ക് തുറക്കണല്ലോ, തുറക്കാൻ പറ്റില്ല എന്ന് ബോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. അതാണ് സൈക്കോളജി. അത് ഇവിടെ അങ്ങനത്തെ കുറെ എലമെന്റ്സുകൾ നമ്മളെ ഹുസൈൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാം ന്യൂക്ലിയർ ഫാമിലി അല്ലേ. അപ്പൊ നമ്മള് ഒക്കെ ക്ലോസ്ഡ് ഏരിയയിലായി കഴിഞ്ഞാൽ ആകെ 1-2 ആൾക്കാർ അല്ലെങ്കിൽ മാക്സിമം 4 ആൾക്കാർ ഫാമിലിയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിലാണ്, ഐലൻഡിൽ ഒറ്റപ്പെട്ട പോലത്തെ ഫീൽ ഉണ്ടാവരുത് വിചാരിച്ചിട്ടാണ് ഓപ്പൺ ആക്കിയിട്ട് ഇവിടുന്ന് എല്ലായിടത്തും ആക്സസിബിൾ ആണ്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കിച്ചണിലേക്കാണെങ്കിലും എല്ലാവർക്കും എല്ലായിടത്തും ആക്സസിബിൾ രീതിയിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ്. അതെ, അതിൽ നിങ്ങൾ സക്സസ് ആയി എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ഈ വീടിനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം? വീടിനെ കുറിച്ചിട്ട് നിഷ പറഞ്ഞ പോലെ പിന്നെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ വീട്. അതിന്റെ 80% ക്രെഡിറ്റും എന്റെ ഹുസൈൻ തന്നെയാണ്. പിന്നെ എല്ലാവരും ഹാപ്പിയാണ്. ഇത് സിൽവാൻ എടുത്തതാണ്, ലൈറ്റും ടൈൽസും കാര്യമൊക്കെ. സിൽവാനെ കുറിച്ച് നിഷ പറഞ്ഞിരുന്നു. ഇല്ല, വന്നിട്ടില്ല, വരാൻ പറ്റിയില്ല. ലൈറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അടിപൊളി ലൈറ്റ്. എല്ലാവരും പറഞ്ഞു. താങ്ക് യു. എന്തായാലും വളരെ സന്തോഷം. സിൽവാനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ക്ലൈന്റ് എന്നുള്ള രീതിയിൽ? ഞങ്ങളെ സാറ്റിസ്ഫൈഡ് ഫാമിലിയിലേക്ക് 10 ലക്ഷം മെമ്പറിലേക്ക് സ്വാഗതം. ആദ്യം താങ്ക് യു. പിന്നെ സിൽവാനിൽ ഞാനിപ്പോൾ ഈ വീടിരിക്കലിൻ്റെ ലാസ്റ്റ് ഒരു മാസമാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അതിന് മെയിനായിട്ടാണ് ലൈറ്റ്സ്. അപ്പോൾ അതിൽ ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നടന്ന്, ഒരുപാട് സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ കൊച്ചി, കോഴിക്കോടൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ പുതിയ പിന്നെ മഞ്ചേരിയിലെ ഷോറൂമിനെ കുറിച്ചിട്ട് നമ്മൾ 2 പ്രാവശ്യം അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയും പിന്നെ തിരക്കാരൻ വരാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പോയിട്ട് രാത്രി നിങ്ങളെ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവർ പ്രത്യേകം പറയണത് ഞങ്ങളൊരു 11-12 മണി വരെ ഞങ്ങളുടെ കൂടെ ഹുസൈനെ കറക്റ്റ് നിന്നല്ലേ. അവർ 2 പേരും സർവീസിനെ കുറിച്ചാണ് പറയുന്നത്. അതല്ല, തീർച്ചയായിട്ടും അവർ കുറേ നേരം നമ്മളെ കൂടെ നമുക്ക് വേണ്ടി മാത്രം, എനിക്ക് വേണ്ടി മാത്രം അവർ വെയിറ്റ് ചെയ്തിട്ട് ഷോറൂം ക്ലോസ് ചെയ്യുന്ന സമയം കഴിഞ്ഞിട്ട് നിന്ന് അന്നാണ് നമ്മൾ ഈ ലൈറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ പുതിയ മഷ്റൂം ആ ഗാർഡൻ ലൈറ്റുകളൊക്കെ, ഈ ഗാർഡൻ ലൈറ്റ് ഒക്കെ പ്രത്യേകത വാട്ടർ പ്രൂഫാണ്. ചില ലോക്കൽ നമ്മൾ ചിലപ്പോൾ ഒരു കുറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കത്തും, പിന്നെ വയ്ക്കില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ പോകുമ്പോൾ ആ ഫാക്ടറി എന്നോട് പറയാൻ തരുമോ, ഇത് യൂറോപ്പിലേക്ക് കയറ്റിയേക്കുന്ന കമ്പനിയാണ്, ഇത് നിങ്ങൾ ഇന്ത്യയിൽ പോകില്ല എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിലും നല്ലത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് സ്റ്റോൺ ഗ്രേ ആണ്. കാരണം അങ്ങനത്തെ നല്ല ക്വാളിറ്റി എടുക്കുന്ന ആർക്കിടെക്റ്റുകളും ഡിസൈനേഴ്സും ഉണ്ട്. അവിടെ നമുക്ക് അതിലും കുറഞ്ഞ സാധനം കൊടുക്കാൻ പറ്റും. പക്ഷെ 2 മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കത്തൂല. ഇത് അത്രയും വെയിലും മഴയൊന്നും കൊണ്ടല്ല, കളർ പോലും മാറില്ല. അങ്ങനത്തെ സാധനം ആ പുറത്തുനിന്ന് സ്റ്റോൺ ഗ്രേ സാധനങ്ങൾ അത് നല്ലൊരു ഇമ്പാക്റ്റ് ആണ് മൊത്തത്തിൽ ഗാർഡനിലെ ലൈറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പെട്ടെന്ന് ആ പച്ചപ്പിനടിയിലെ മഷ്റൂം ഇങ്ങനെ കാണുമ്പോഴേ നാച്ചുറൽ കുട്ടികളൊക്കെ അത് പോയിട്ട് അത് നാച്ചുറൽ ആയിട്ടുള്ള സാധനം വിചാരിച്ചിട്ട് പിന്നീടാണ് ലൈറ്റ് ആണെന്ന് മനസ്സിലായിട്ട് ഹൗസ് വാമിങ്ങിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഓരോരുത്തരും ഊരിയെടുക്കും. കാരണം ഇത് കൂടാന്ന് കരുതിയിട്ട്. എന്തായാലും ഹാപ്പിയാണ്. സിൽവാനിലേക്ക് നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ സജസ്റ്റ്, പ്രത്യേകിച്ച് നിങ്ങൾ പ്രവാസിയാണ്. ഓൾറെഡി പറയാറുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മളെ വീട് വന്ന് കണ്ട ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് ലൈറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ. നമ്മുടെ വീടിന്റെ അത് മാത്രമല്ല ഓരോ എലമെന്റ്സും വേറെ അടിപൊളി സാധനങ്ങളാണ്. ഓരോ എലമെന്റ്സിനെ കുറിച്ചിട്ടും ആളുകൾ ചോദിക്കുകയും ഇതൊക്കെ ആരാ ചെയ്ത് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. ഇതിപ്പോ നമ്മളുടെ ഇബ്രാഹിമിന്റെ ജീവിതത്തിലെ ഒരു പൊൻതുവലും കൂടെയാണ് അല്ലെ, ഹുസൈൻ ബിൻ ഇബ്രാഹിം ഫുൾ പേര്. അതായത് ഞാൻ ക്ലൈന്റ് നമ്മളെ മുന്നിൽ നിന്ന് നമ്മൾ ചെയ്ത വർക്കിനെ കുറിച്ചിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ഇത് ചെയ്ത ഒരാൾ എന്നുള്ളതിൽ ഹാപ്പി അല്ലേ? തീർച്ചയായും അത് വളരെയധികം എന്താ പറയുക സന്തോഷമുള്ള കാര്യമാണ്. അതായത് നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് നമ്മുടെ ക്ലയൻസിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ക്ലയൻറ്റ് അതിനെ 100% ഞങ്ങൾ ഹാപ്പി എന്ന് പറയുന്നതിലാണ് ശരിക്കും ഒരു ഡിസൈനർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന്റെ വിജയം എന്ന് പറയുന്നത്. അതിൽ ഞാനിവിടെ സന്തോഷമാണ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, തീർച്ചയായും സാധാരണ ചില ആളുകൾ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ഈ ക്ലൈന്റിന്റെ ഒരു അഭിപ്രായം എടുക്കാതെ വെറുതെ പറയാം. അതാണോ നല്ലത്? ക്ലൈന്റിന്റെ കൂടെ നമ്മളെ ക്ലൈന്റിന്റെ അഭിപ്രായത്തിന് ചെയ്യുന്നതാണോ നല്ലത്? പലതും കാണാറുണ്ട്. ഇതില് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളിവിടെ ഒരു വീട് അവിടെ താമസമാക്കുന്നത് അവിടെ ആരാണ് താമസിക്കുന്നത് അവരുടെ കൺസേൺ നമ്മൾ ഭയങ്കര നോക്കേണ്ടത്. കാരണം ഇത് ഞാൻ ഒരു വലിയ ഡിസൈൻ ചെയ്തു, അത് ഇംപ്ലിമെന്റ് ചെയ്ത് ഭയങ്കര സക്സസ് ആയി എന്ന് ഞാൻ പറയുന്നതിനപ്പുറം ക്ലയന്റിന് കൂടി, കാരണം അവരുടെ കൺസേൺ നമ്മൾ എടുത്ത് അതിലേക്ക് നമ്മളെ ഡിസൈൻ ഇൻപുട്ട് കൊണ്ടുവരിക, അവരെ കൂടി ഹാപ്പി ആക്കുക, അതാണല്ലോ നല്ലത്. ഞാൻ പറയാൻ കാരണം ഞാനൊരു വീട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു ഇഷ്ടപ്പെടാത്തൊരു സാധനം എലമെന്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും. അപ്പോൾ അയാൾ പറയുന്നത് അത് ഞങ്ങൾ ആർക്കിടെക്ട് സമ്മതിച്ചില്ല മാറ്റാണ്. ചില ആളുകൾ അങ്ങനെ കേട്ടോ, അല്ല എല്ലാവരും അല്ല, ചില ആൾ. പക്ഷെ ക്ലയന്റിനോട് കൂടെ ഇതുപോലെ ഫ്രണ്ട്ഷിപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്.
അത് ക്ലയന്റിന് ഒരു ക്ലയന്റിന്റെ ആഗ്രഹം പറഞ്ഞു. ഇപ്പൊ എന്താ പറയാ, ഈ കളർ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ തയ്യാറാവുന്ന ആളുകളുണ്ട്. അത് നിന്റെ ഡിസൈനിൽ മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വാലും പിടിക്കുന്ന ആളിനൊക്കെ അപ്പുറം ആ ക്ലയന്റിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെ, അതല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അല്ലെ ആ ഒരു സൈഡ് മുപ്പര സൈഡിൽ നിന്ന് നമുക്ക് നല്ല കോർപ്പറേറ്റിംഗ് ആയിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അത് എനിക്ക് ഇന്നതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഹുസൈൻ്റെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ടെൻഷൻ ആക്കില്ല. അത് വേണ്ടാന്ന് പറഞ്ഞ ഹുസൈൻ പറയും ആയിക്കോട്ടെ നമുക്കത് ഇങ്ങനെ ചെയ്യാം, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും ഹുസൈൻ്റെ അടുത്ത്. അതാണ് നമുക്ക് ഹുസൈനെ എന്ത് വേണമെങ്കിലും പറയാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഒരു ഓക്കെ ചിലപ്പോൾ ഞാൻ വിഡ്ഢിത്തരം ചോദിച്ചാലും അത് എനിക്ക് പറഞ്ഞ് കൺവിൻസിങ് ആക്കി അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അത് ഫ്ലെക്സിബിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന ഒരാളായിരുന്നു ഹുസൈൻ എപ്പോഴും. അത് വളരെ കംഫർട്ടായിരുന്നു. ഒരു ആർക്കിടെക്ട് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ആളുകൾ വരുമ്പോഴാണ് നമുക്ക് വിജയം. കാരണം ഞാനൊരു മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ആളായിരിക്കും, പക്ഷെ ആ എൻ്റെ മേഖല ആയിരിക്കും, പക്ഷെ മറ്റുള്ള ആർക്കിടെക്ടിന്റെ മേഖലയിലേക്ക് എനിക്കൊന്നും അറിയില്ലേക്കാരം. അപ്പൊ നമ്മൾ പറയുന്ന ചില ചോദ്യങ്ങൾ പോലും അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ ചെയ്തു തരിക എന്നുള്ളതാണ് ഞങ്ങളെ പോലത്തെ ക്ലൈന്റ് ആഗ്രഹിക്കുന്നത് അല്ലെ. നമുക്ക് എല്ലാം ഇതിനെ കുറിച്ച് അറിയില്ല, നമ്മൾ വേറെ മേഖലയിൽ പുലികളായിരിക്കും, ഇവിടെ നമുക്ക് മേഖല അറിയാത്തതായിരിക്കും. അപ്പൊ ഇവരെ പോലെ നമുക്ക് അങ്ങനത്തെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ കാണുന്നുണ്ടെങ്കിൽ താഴെ ഇദ്ദേഹത്തിന് നമ്പർ വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാം. എന്തായാലും ഇതിൽ എടുത്തു പറഞ്ഞിട്ട് കാര്യം ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇതിന്റെ ഈ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞു ക്ലയന്റിന്റെ ഞങ്ങളുടെ കൂടെ സുഹൃത്താണ് താജുദ്ദീൻ, BBC. സ്ട്രക്ചർ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, പുറത്തേക്ക് നല്ല ആംബിയൻസിലുള്ളത്, ഭയങ്കര ലുക്കാണ്. അപ്പൊ നമ്മൾ ഇന്റേണൽ പർപ്പസിലേക്കും ഇന്റേണൽ വ്യത്യാസങ്ങളിലേക്കും നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ റെഫർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ സ്ട്രക്ചർ ചെയ്യുന്ന ആളുടെ കൺസേൺ ഇല്ലാതെ നമുക്ക് അകത്ത് എന്തെങ്കിലും ചെയ്തു വെച്ച് പോകാന്നുള്ള സംഗതി ഭയങ്കര മോശമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തോട് ഉൾപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന്റെയും കൂടിയുള്ള ആ ഒരു തീരുമാനത്തിൽ ഒരുമിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. സോ വളരെയധികം ഹാപ്പിയാണ് അദ്ദേഹം. ഈ താജുൽ ഖാന്റെ ലൈഫിലും ഒരു നല്ല ഒരു അടിപൊളി ഒരു സിഗ്നേച്ചർ ആണ് ഈ വീട്. കാരണം പുറത്തിങ്ങനെ ആംബിയൻസിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വീട് ഇങ്ങനെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ട്രക്ചർ കഴിവ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇത് ചെയ്തിട്ടുള്ള BCC ബിൽഡേഴ്സ്, അതുപോലെ ഇത് ചെയ്തിട്ടുള്ള വർക്കേഴ്സ് പറയാൻ പറ്റില്ല, മാഷന്മാർ, ടൈൽസിന് മാഷന്മാർ ഒരു പെർഫെക്റ്റാ. അത് എല്ലാവരും പറയുമ്പോൾ കൂടെ പറയട്ടെ, നമ്മൾ ടൈൽസ് വിൽക്കുന്ന ആളാണ്, എനിക്ക് അറിയാലോ. ഒരു ടൈൽസ് നല്ല കൊടുത്തിട്ട് കാര്യമില്ല, അത് നല്ല രീതിയിൽ വിരിച്ചാൽ മാത്രമേ അത് ഭംഗിയാവുള്ളൂ. എന്തായാലും ഒരു അടിപൊളിയായിട്ട് ടോട്ടൽ സൊല്യൂഷൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ആർക്കിടെക്ട് നമ്പർ സേവനം ഞാൻ അതിൽ താഴെ കൊടുക്കും. ഹുസൈൻ ബിൻ ഇബ്രാഹിം.